പ്രാണിന്റെ വെൽനസ് ബൈ പ്രാൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങളെ എല്ലാവരെയും ഒന്നുകൂടെ സ്വാഗതം ചെയ്യുന്നു. നമുക്കെല്ലാവർക്കും അറിയാം, ഗർഭപാത്രം നീക്കം ചെയ്യണമോ? എല്ലായ്പ്പോഴും എല്ലാവർക്കും നീക്കം ചെയ്യേണ്ടി വരുമോ? പലപ്പോഴും സ്ത്രീകൾക്ക് എന്തെങ്കിലും കാരണങ്ങളാൽ ഗർഭാശയം നീക്കം ചെയ്യണമെന്ന് പറഞ്ഞാൽ ഭയങ്കര വിഷമമാണ്. അപ്പൊ നമുക്കത് നീക്കം ചെയ്യാതിരിക്കാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയുണ്ട്? ആധുനിക മാർഗങ്ങൾ എന്തൊക്കെയാണ് ഗൈനക്കോളജിയിലുള്ളതെന്നാണ്. ഇപ്പൊ ഗർഭാശയത്തിന് എന്താണ് പ്രശ്നം എന്നുള്ള ആദ്യം അറിയണം. വൃത്തിയായി സ്കാൻ ചെയ്യണം. അത് ട്രാൻസ്വജൈനൽ സ്കാൻ തന്നെ ചെയ്യണം. അതേപോലെ തന്നെ ഗർഭാശയ ഗളത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ എന്ന് അറിയാനായിട്ട് സർവൈക്കൽ സ്മിയർ എടുക്കണം. പിന്നെ ഒരു ഗൈനക്കോളജി കാര്യങ്ങളെല്ലാം ഒന്ന് അവലോകനം ചെയ്തിട്ട് അവരുടെ പ്രായം, അവർക്ക് എത്ര കുട്ടികളുണ്ട്, ഇനി കുട്ടികൾ വേണോ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നോക്കിയിട്ട് ആയിരിക്കും ഡോക്ടർ തീരുമാനിക്കുന്നത് ഗർഭാശയം എടുക്കണോ വേണ്ടയോ എന്നുള്ളത്. അപ്പൊ ഈ സ്കാൻ നോക്കുമ്പോൾ തന്നെ അറിയാം ഗർഭാശയത്തിലെ മുഴകളുണ്ടോ, അതിന്റെ വലിപ്പം, ഓവറിയിൽ സിസ്റ്റുകൾ വല്ലതും ഉണ്ടോ, ഇതെല്ലാം അറിയാൻ പറ്റും. ഗർഭാശയത്തിനുള്ള കാവിറ്റിയുടെ ഷേപ്പ്, കാര്യങ്ങളെല്ലാം നമുക്കതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. അത് കഴിഞ്ഞിട്ട് തീരുമാനിക്കാം എന്ത് ട്രീറ്റ്മെന്റ് വേണമെന്നുള്ളത്. ഇപ്പൊ ചെറിയ ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ അതിനൊരു ഫോളോ അപ്പ് മാത്രം മതി. ഒരു 6 മാസത്തിലൊരിക്കലും ഒരു സ്കാൻ ചെയ്ത് നോക്കിയാൽ മതി. അതല്ല ഇനി വലിയ മുഴകളൊക്കെ ആണെങ്കിൽ, ഫൈബ്രോയിഡ് എന്ന് പറഞ്ഞാൽ വലിയ മുഴകളൊക്കെ ആണെങ്കിൽ വേണമെങ്കിൽ അത് നീക്കം ചെയ്യുന്നതിന്, ആ മുഴ മാത്രമായിട്ട് നീക്കം ചെയ്യുന്നതിനെ കുറിച്ച് ആലോചിക്കാം. കീഹോൾ ശസ്ത്രക്രിയയിലൂടെ അതിനെ നീക്കം ചെയ്യാൻ പറ്റും. യൂട്രസ് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഈ മുഴകൾക്ക് ഫലപ്രദമായ മരുന്നുകളും ഇന്ന് ലഭ്യമാണ്. ചെറിയ മുഴകളൊക്കെ ആണെങ്കിൽ മരുന്നുകളിൽ ഒരു പരിധി വരെ ആശ്വാസം കിട്ടും. ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ ഈ മുഴകളെ കരിക്കുന്ന ചികിത്സാ രീതികൾ ഇന്ന് ലഭ്യമാണ്. അതായത് ലേസർ അല്ലെങ്കിൽ അതുപോലെയുള്ള ഉപകരണങ്ങളുടെ സഹായത്തോടു കൂടി ഒരു പരിധിവരെ ഇതിന്റെ വളർച്ചയെ മുരടിപ്പിക്കുവാനും കരിക്കുവാനും പറ്റുന്ന ചികിത്സാ രീതികളും ഇന്ന് ലഭ്യമാണ്. അതേപോലെ തന്നെയാണ് ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന മെറീന അല്ലെങ്കിൽ ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉണ്ട്. ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഹോർമോൺ അടങ്ങിയ ഇൻട്രായൂട്രൈൻ ഡിവൈസസ്, പണ്ടത്തെ നമ്മുടെ കോപ്പർട്ടി പോലെയുള്ള ചെറിയ ഡിവൈസസ്, അത് ഗർഭാശയത്തിനുള്ളിൽ വളരെ ഈസി ആയിട്ട്, നമുക്ക് വേദനയൊന്നും തോന്നത്തില്ല, ബുദ്ധിമുട്ടൊന്നും തോന്നാതെ വളരെ ഈസി ആയിട്ട് യൂട്രസിനുള്ളിൽ അത് ഇടാൻ കഴിയും. അത്തരം ഗർഭാശയത്തിനുള്ളിൽ ഇടുന്ന ഉപകരണങ്ങൾ ഇട്ട് കഴിഞ്ഞാലും ഈ പറഞ്ഞ പോലെ തന്നെ ഗർഭാശയത്തിനുള്ളിലെ പാളിയൊക്കെ ചുരുങ്ങി ബ്ലീഡിങ് കുറയുവാനും വേദന കുറയുവാനും ഗർഭാശയം ചുരുങ്ങാനും ഒക്കെ സഹായിക്കും. അങ്ങനെ ഒരുപാട് കണ്ടീഷൻസിൽ ഇത്തരത്തിലുള്ള ചികിത്സാ രീതികൾ, പ്രധാനമായിട്ട് ഒന്നെങ്കിൽ മുഴ മാത്രം എടുക്കുക, അല്ലെങ്കിൽ മരുന്നുകൾ ഉപയോഗിക്കുക, അല്ലെങ്കിൽ ഗർഭാശയത്തിനുള്ളിൽ നിക്ഷേപിക്കുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസസ് ഉപയോഗിക്കുക, അതുമല്ലെങ്കിൽ ഈ മുഴകളെ കരിച്ചു കളയുന്ന നൂതന ചികിത്സാ രീതികൾ അവലംബിക്കുക. ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട് നമുക്ക് ഗർഭാശയം നീക്കം ചെയ്യുക, അല്ലെങ്കിൽ ഹിസ്റ്ററക്ടമി അല്ലെങ്കിൽ യൂട്രസ് എടുക്കുക എന്നുള്ള ശസ്ത്രക്രിയയ്ക്ക് മുമ്പായിട്ട്. പക്ഷെ അത് വേണ്ട ആളുകൾക്ക് അത് ചെയ്യുകയും വേണം.